ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് കേക്കാണ്. അപ്പോൾ ഈ കേക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് കേക്ക് എന്നും പറഞ്ഞ് ഭയങ്കര വൈറലായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആലിയ ഭട്ടിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. മിൽക്ക് കേക്ക് റെഡിയാക്കാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറെടുത്ത് ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂണ് വാനില എസൻസ് ആണ്, അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. 125 ml കപ്പാണ്, അതിലൊരു കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ അടിച്ചു കൊടുക്കാം. ഇനി 250 ml കപ്പിൽ 1 കപ്പ് മൈദയും ഒപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മൈദ അല്പാൽപ്പായി 2-3 പ്രാവശ്യമായി ഇട്ട് കൊടുത്ത് ഒരു സ്പാച്ചിൽ വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ടീന് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലുള്ള എയർ ബബിൾസൊക്കെ മാറാൻ വേണ്ടി ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. 1-2 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. കേക്ക് റെഡിയാക്കാനുള്ള പാത്രം 10 മിനിറ്റ് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അടച്ചു കൊടുക്കാം. ഇതിൽ ഒരു ഹോൾ ഉണ്ടായി, അതൊക്കെ ഞാനൊരു പേപ്പർ വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 10 മിനിറ്റ് ലോയിലും ഇട്ടിട്ട് റെഡിയാക്കി എടുത്തതാണ്. മിൽക്ക് കേക്കല്ലേ, അപ്പോൾ നമുക്ക് ഇനി മിൽക്ക് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് മിൽക്ക് ഈ ജഗിലേക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓപ്പണാക്കിയ കണ്ടൻസ്ഡ് മിൽക്ക് ഫ്രിഡ്ജിലുണ്ടായതാണ്, അതുകൊണ്ട് കുറച്ചൊരു കട്ട പോലെ ഇരിക്കുന്നത്. ഇത് നല്ലോണം മിക്സ് ചെയ്താൽ ശരിയാവും. ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല സ്മൂത്തി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് പൗഡറാണ് വാങ്ങിയത്. വലിയൊരു ബൗളെടുത്ത് 2 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 പാക്കറ്റ് 36 ഗ്രാം ഉണ്ട്, അപ്പോൾ 2 പാക്കറ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചാണ് നല്ലോണം ചെയ്യുന്നത്, ബീറ്റർ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ക്രീം കുറച്ച് കുറവായി തോന്നി, അതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിന് 2 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ വിസ്ക് ചെയ്യുമ്പോൾ കുറച്ച് നല്ലോണം നമ്മൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ നല്ലോണം ചെയ്ത് അതാ സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് എടുത്ത് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ആക്കി കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നല്ല മനസ്സിലാവുന്നുണ്ടാവും. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പിസ്സ ട്രേയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൽ വെച്ച് കൊടുത്ത് ഇനി റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ മേലെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് ഇതുപോലെ ഒഴിച്ച് ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാനാണ്. കുറച്ചൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കാം.
കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീമില്ലേ, അത് ഇതിൻ്റെ മേലെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കത്തി വെച്ചും മറ്റേ കാർഡൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കാണുന്നത് പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഞാൻ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, അതൊരു 4 പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അത് ഇതിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് കറുത്ത മുന്തിരിയാണ്. അപ്പോൾ ബ്ലൂബെറി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരി വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കേക്ക് ഫൈനൽ ലുക്കിലാണ്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഞാനിത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് നേരത്തെ വരഞ്ഞ അതേ ഇതിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് ഒരു പാത്രത്തിലാക്കി മിൽക്ക് ഒഴിച്ച് വേണം നമുക്കിത് കഴിക്കാൻ. അപ്പോൾ ഇതിൽ മിൽക്ക് ഒഴിച്ച് ഞാൻ കഴിക്കാൻ പോവാണ്. നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.